പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്നാമത്തെ വായനയിൽ ബെൽഷാസർ രാജാവിന് കർത്താവ് കൊടുക്കുന്ന വളരെ ക്ലിയർ കട്ടായിട്ടുള്ളൊരു വാണിംഗ് ഉണ്ട്. അത് ഇന്നത്തെ കാലത്ത് വിശ്വാസം ഇങ്ങനെ ജീവിക്കുന്ന നമ്മൾക്കും ബാധകമായി മാറുന്നുണ്ട്. ദാനിയേലിനോടാണ് ബെൽഷാസർ രാജാവ് അതിൻ്റെ വ്യാഖ്യാനം ആവശ്യപ്പെടുന്നത്. എന്നിട്ട് പറയും, അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തന്നാൽ നിനക്ക് കാരാഗ്രഹത്തിൽ നിന്ന് മോചനം, എല്ലാ സമ്മാനങ്ങളും തന്ന് നിനക്ക് ആടയാഭരണങ്ങളും പദവിയും നൽകി നിന്നെ രാജ്യത്തിലെ മൂന്നാമത്തെ ആളായിട്ട് നിയമിക്കാം. എന്തൊരു ധൈര്യത്തോടെയാണ്, അല്ലെങ്കിൽ ആരുടെ ധൈര്യത്തിലാണ് ദാനിയേൽ പറയണത്, നിന്റെ സമ്മാനങ്ങൾ നിന്റെ അടുത്ത് തന്നെ ഇരുന്നോട്ടെ, ദർശനം ഞാൻ പറഞ്ഞു തരാം. ഇത്രയും ക്രൂരനായിട്ടുള്ളൊരു രാജാവിൻ്റെ മുൻപിൽ ഇത്രയും ധൈര്യത്തോടെ നിന്ന് പറയണമെങ്കിൽ പിന്നിലൊരു ശക്തി ഉണ്ടാവണമല്ലോ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്, അത് ദാനിയേൽ നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം. ആ ഒരു കർത്താവിൻ്റെ ബലത്തിൽ ഏതൊരു പീഡനത്തെയും അതിജീവിക്കാനായിട്ടുള്ള കരുത്തുണ്ടെന്ന് വിശ്വസിച്ച ഒരു നമ്മളെ വല്ലാതെ പ്രചോദിപ്പിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു ബൈബിൾ കഥാപാത്രം. ആ കർത്താവിൽ ഇങ്ങനെ ആശ്രയം വെച്ച് ജീവിക്കാനായി പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ചോദ്യം. ബെൽഷാസർ രാജാവ് കണ്ട ദർശനത്തിലെ സ്വർഗത്തിൻ്റെ വാണിങ് ഇതായിരുന്നു: മെനെ മെനെ തെഖേൽ പാർസീൻ. മെനെ മെനെ തെഖേൽ പാർസീൻ. സർവശക്തനായ ദൈവത്തിനെതിരായി, അവൻ്റെ നാമത്തിനെതിരായി, അവൻ്റെ വിശുദ്ധമായ ആലയത്തിനെതിരായി ഈ രാജാവ് ചെയ്തു കൂട്ടിയ ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തികൾക്കുള്ള എതിരായിട്ടുള്ള ഓർമ്മപ്പെടുത്തലും അതിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള വിളിച്ചു പറയലുമായിരുന്നു അത്. മെഖേൽ മെഖേൽ, മേനെ മേനെ തെഖേൽ പാർസീൻ, മേനെ മേനെ തെഖേൽ പാർസീൻ. അതിനകത്ത് ഒരൊറ്റ കാര്യം നമ്മൾ ഒന്ന് എടുത്ത് ധ്യാനിക്കുകയാണ്. തെഖേൽ. തെഖേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദാനിയേൽ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്രകാരമാണ്: നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി ഞാൻ കണ്ടിരിക്കുന്നു. നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി ഞാൻ കണ്ടിരിക്കുന്നു. അവസാനം പേരസ്. പേരസ് എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം നിന്റെ രാജ്യം വിഭജിച്ച് മേദിയക്കാർക്കും പേർഷ്യക്കാർക്കും നൽകിയിരിക്കുന്നു. നിന്നെ തുലാസിൽ തൂക്കി നിനക്ക് കുറവുള്ളവനായി കണ്ടിരിക്കുന്നത് കൊണ്ട് നിന്റെ രാജ്യം ഞാനെടുത്ത് മറ്റുള്ള രാജ്യക്കാർക്ക് കൊടുക്കും. ഈ സുവിശേഷം പറഞ്ഞല്ലോ. സുവിശേഷത്തിൽ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം അതാണ്. ഇത് നിങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നു. പീഡനങ്ങളും വേദനകളും എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾക്കുണ്ടാവുമ്പോൾ അത് നിങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ആദ്യമേ തന്നെ ജെറമ്യായുടെ വിളിയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അതിനകത്ത് കർത്താവ് പറയും, ഒരു ശിശുവാണെന്ന്, കുഞ്ഞാണെന്ന് നീ പറയരുത്. ഞാൻ പറയുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നത് എന്തും നീ അവരോട് പറയണം. അവരെ നീ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. ഇത് തന്നെ പറയണം. നിങ്ങൾക്ക് പീഡനങ്ങളുടെ സമയത്ത് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. അവരെ നിങ്ങൾ പേടിക്കണ്ട. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഈ ജീവിത നിയോഗം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ ഇല്ലയോ, ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉരച്ചു നോക്കുമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. അത് നോക്കുമ്പോൾ നമ്മളിൽ കുറവുള്ളവരായി കണ്ടാൽ, അതാണ് തെഖേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി ഞാൻ കണ്ടിരിക്കുന്നു. തെഖേൽ, തെഖേൽ. ഈ വെളിപാട് പുസ്തകത്തിലെ ഇതുപോലെ തന്നെ ചേർന്ന് പോകുന്നൊരു വചനഭാഗം ഉണ്ടല്ലോ: നിനക്ക് ചൂടോ തണുപ്പോ ഇല്ലാത്തതിനാൽ എൻ്റെ വായിൽ നിന്ന് നിന്നെ ഞാൻ തുപ്പിക്കളയും. ചൂടോ തണുപ്പോ ഇല്ലാത്തതിനാൽ എൻ്റെ വായിൽ നിന്ന് നിന്നെ ഞാൻ തുപ്പിക്കളയും. നിന്നെ ഞാൻ മൈൻഡിയിൽ അവഗണിച്ച് കളയുമെന്ന് പറയണേ. തുലാസിൽ തൂക്കി നിന്നെ കുറവുള്ളവനായി ഞാൻ കണ്ടിരിക്കുന്നു. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു എന്നൊക്കെയാണ് വെളിപാട് പുസ്തകത്തിൽ അതിന് ആദ്യമേ ഉള്ള ഒരു തുടക്കം അങ്ങനെയാണ്. അതുകൊണ്ട് നിനക്ക് ചൂടോ തണുപ്പോ ഇല്ലാത്തതിന് നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു തീക്ഷ്ണത എവിടെ പോയി? സെമിനാരിയിലൊക്കെ ചേരുമ്പോൾ ആദ്യം പഠിക്കുന്നൊരു പാട്ട് ഇതാണ്: ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. ഏതച്ഛന്മാരോട് ചോദിച്ചാലും ഏത് സിസ്റ്റർമാരോട് ചോദിച്ചാലും പറയും, ഞാൻ ദൈവത്തെ, കർത്താവിനെ പിൻചെല്ലാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഐ ഹാവ് ഡിസൈഡഡ്. ഞാൻ കർത്താവിനെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ടു ഫോളോ ജീസസ്. കർത്താവിനെ പിൻചെല്ലാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഇനിയൊരു ടേണിംഗ് ബാക്കിൽ, നോട്ട് ടേണിംഗ് ബാക്ക്. ഇനിയൊരു തിരിച്ച്
പോക്കിലൊരു തിരിച്ചു നടപ്പില്ല. അതാ പറയണത്, എന്ത് പീഡനങ്ങളുണ്ടായാലും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ഒരാൾ തീരുമാനിച്ചെന്ന് മുതൽ ആ പ്രയാസങ്ങളും പീഡനങ്ങളും പ്രശ്നങ്ങളും കർത്താവിനെ സാക്ഷ്യം നൽകാൻ, അവൻ്റെ സാക്ഷിയായി ജീവിക്കാനായിട്ടുള്ള അവസരമായിരിക്കുന്ന കർത്താവ് പറയണം. എന്നിട്ട് അതങ്ങനെ ജീവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടുന്ന് നമ്മളെ തുലാസിൽ തൂക്കി നോക്കും. തെഖേൽ, നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി ഞാൻ കണ്ടിരിക്കുന്നു. കർത്താവെ, അങ്ങേൽപ്പിച്ചിരിക്കുന്ന ജീവിത നിയോഗം പൂർത്തിയാക്കാതെയും ജീവിക്കാതെയും കുറവുള്ളവരായി ജീവിച്ചു പോയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുകയാണ്. ഒരാളുടെ മുൻപിലും പതറാത്ത വിശ്വാസവുമായി നിൽക്കുന്ന ദാനിയേൽ ഈ ക്രൂരനായിട്ടുള്ള ഭരണാധികാരിയുടെ മുൻപിൽ സർവശക്തനായ ദൈവത്തിൻ്റെ നാമം വിളിച്ചു പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട്. കർത്താവ്, ഇതുവരെയും അങ്ങനെ ഒരു പ്രശ്നങ്ങൾക്ക് മുൻപിലോ പ്രയാസങ്ങൾക്ക് മുൻപിലോ ക്രിസ്തു എന്നുള്ള വാക്കുരുവിടാനായിട്ടുള്ള തെളിച്ചം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. ആരും നമ്മളെ പീഡിപ്പിക്കാൻ വരുന്നൊന്നുമില്ല. അധിക കാലങ്ങൾക്ക് അങ്ങനെ പോകുമെന്ന് തോന്നണില്ല. ക്രിസ്തു എന്നുള്ള വാക്ക് പറയുന്നവരുടെ മേലിങ്ങനെ അധികാരത്തിൻ്റെ ചാട്ടവാറ് വീഴാൻ തുടങ്ങുന്ന സമയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വാളുകൊണ്ട് വെട്ടിക്കൊല്ലപ്പെടാനും വലിയ മതമർദ്ദനങ്ങളിലൂടെ കടന്നു പോകാനും നമ്മൾ ഓരോരുത്തരും തയ്യാറെടുക്കേണ്ട കാലങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ തൽക്കാലത്തേക്കില്ല. എങ്കിലും അവിടുന്നിൽ നിന്ന് നമ്മളെ അകറ്റുന്ന വിധത്തിലുള്ള ചില പ്രയാസങ്ങൾ, രോഗാവസ്ഥകൾ, കഷ്ടപ്പാടുകൾ, നിരന്തരമായിട്ടുള്ള വേദനകളൊക്കെ വരുന്ന നേരത്ത് ഞാൻ ആ കർത്താവിനെ തള്ളിപ്പറയുന്നുണ്ടല്ലോ. ഞാൻ അവിടുത്തെ അടുത്തേക്ക് പോകാനായിട്ട് മടി കാണിക്കുന്നുണ്ടല്ലോ. ഞാൻ അവിടുത്തെ നാമത്തെ ദുഷിച്ചു പറയുന്നുണ്ടല്ലോ. എന്തിനാണ് പള്ളിയെന്ന്, എന്തിനാണ് വിശ്വസിക്കുന്നതെന്ന്, എന്തിനാണ് പ്രാർത്ഥനയെന്ന് പലവട്ടം ചോദിച്ചിട്ടുണ്ടല്ലോ. അവിടെയാണ് കർത്താവിൻ്റെ ഈ വചനങ്ങളുടെ പ്രസക്തി. എന്നാൽ നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. എൻ്റെ ജീവിതാവസ്ഥകളിൽ അവന് സാക്ഷിയായി നിൽക്കാൻ ഇതുവരെ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. കർത്താവെ, പറ്റാതെ പോയ ഈ വലിയ ജീവിതത്തിൻ്റെ മഹത്വത്തെ ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ ക്രിസ്ത്യാനി എന്നുള്ള ജീവിതത്തിൻ്റെ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കാതെ സാധാരണക്കാരനായി ജീവിച്ചു പോയതിനെ ഓർത്ത് കരഞ്ഞുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ ഞങ്ങൾ നിൽക്കുന്നു. ക്രൈസ്തവ ജീവിതത്തിൻ്റെ മഹത്വം അനുസരിച്ച് ജീവിക്കാൻ വേണ്ട വലിയ കൃപയും അവൻ്റെ സാക്ഷിയാണ് ക്രിസ്ത്യാനി എന്നുള്ള വാക്കിൻ്റെ പേരിൻ്റെ പര്യായം എന്നുള്ള തിരിച്ചറിവ് തരാനുള്ള ഒരു പ്രാർത്ഥനയും ഈശോയുടെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദത്തിനായി മുട്ടിന്മേൽ നിൽക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിനെ പറഞ്ഞത് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് മുൻപില്, അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിയമ നടപടികളും വന്നതെന്നുള്ള കൂട്ടുകാരുടെ അടക്കമുള്ള കുറ്റപ്പെടുത്തലുകൾക്ക് മുൻപിൽ ഒരച്ഛൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോഴും മാറിയിട്ടില്ല. ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് ഐ ആം സപ്പോസ് ടു ബി, എ വിറ്റ്നസ്. ക്രിസ്തുവിനെ എന്തിനാ പറഞ്ഞേ? കാരണം എൻ്റെ ജീവിതം അവന് സാക്ഷിയാകാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഒരു സംശയമില്ല. ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് ഐ ആം സപ്പോസ് ടു ബി. കർത്താവെ, ഈ തെളിച്ചം തരണമേ. നിൻ്റെ സാക്ഷിയാണ് ഞാനെന്ന്, നിൻ്റെ സാക്ഷിയായി തന്നെ ജീവിക്കേണ്ടവനാണെന്ന്, ഇത് മറന്നു പോകാൻ പാടില്ലെന്നുള്ള തെളിച്ചം ഈ ഒരു രാത്രിയിൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വിശ്രമിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ,
കാരുണ്യമേ അനന്ത സ്നേഹമേ